അക്കലാർബഷ് പ്രഗശാല ബർഭാഷ. ജോഷുവയുടെ പുസ്തകം 23-ാം അധ്യായം വായിക്കേ. ജോഷുവ 23. റിബേ 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 മനാബി ബഷമന ബജീബ അറിബക്ക ബർബാദി പദ ബഷഗന ബർബ അക്കലാരി ലഷറി കരഹന കർക്കദാ മനബഷ ഈദബാല ബർബ ബഷ ബർബഷ. 23 ജോഷുവ 23-ാം അധ്യായം 1 മുതൽ. യഹോവ ചുറ്റുമുള്ള സകല ശത്രുക്കളെയും അടക്കി ഇസ്രയേലിന് സ്വസ്ഥത നൽകി. ഏറെക്കാലം കഴിഞ്ഞ് യോശുവ വയസ്സ് എന്ന വൃദ്ധനായ ശേഷം യോശുവ എല്ലാ ഇസ്രയേലിനെയും അവരുടെ മൂപ്പന്മാരെയും പ്രധാനികളെയും ന്യായാധിപന്മാരെയും പ്രമാണികളെയും വിളിച്ച് അവരോട് പറഞ്ഞതെന്നാൽ, ഞാൻ വയസ്സ് എന്ന വൃദ്ധനായിരിക്കുന്നു. നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളുടെ നിമിത്തം ഈ സകല ജാതികളോടും ചെയ്തതൊക്കെയും നിങ്ങൾ കണ്ടിരിക്കുന്നു. നിങ്ങളുടെ ദൈവമായ യഹോവ തന്നെയല്ലോ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തത്. ഇതാ, യോർദാൻ മുതൽ പടിഞ്ഞാറോട്ട് മഹാസമുദ്രം വരെ ശേഷിപ്പുള്ള ജാതികളുടെയും ഞാൻ സംഹരിച്ചു കളഞ്ഞിട്ടുള്ള സകല ജാതികളുടെയും ദേശം നിങ്ങളുടെ ഗോത്രങ്ങൾക്ക് അവകാശമായി നറുക്കിട്ട് വിഭാഗിച്ച് തന്നിരിക്കുന്നു. നിങ്ങളുടെ ദൈവമായ യഹോവ തന്നെ അവരെ നിങ്ങളുടെ മുമ്പിൽ നിന്ന് ഓടിച്ച് നിങ്ങളുടെ ദൃഷ്ടിയിൽ നിന്ന് നീക്കിക്കളയും. നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്തതുപോലെ നിങ്ങൾ അവരുടെ ദേശം കൈവശമാക്കുകയും ചെയ്യും. ആകയാൽ മോശയുടെ ന്യായപ്രമാണ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതൊക്കെയും പ്രമാണിച്ചു നടപ്പാനും അതിൽ നിന്ന് വലത്തോട്ടെങ്കിലും ഇടത്തോട്ടെങ്കിലും മാറാതിരിപ്പാനും ഏറ്റവും ഉറപ്പുള്ളവരായിരിപ്പീൻ. നിങ്ങളുടെ ഇടയിൽ ശേഷിച്ചിരിക്കുന്ന ഈ ജാതികളോട് നിങ്ങൾ ഇടകലരരുത്. അവരുടെ ദേവന്മാരുടെ നാമം ജപിക്കുകയും അത് ചൊല്ലി സത്യം ചെയ്യുകയും അരുത്. അവരെ സേവിക്കുകയും നമസ്കരിക്കുകയും അരുത്. നിങ്ങൾ ഇന്നുവരെ ചെയ്തതുപോലെ നിങ്ങളുടെ ദൈവമായ യഹോവയോട് പറ്റിച്ചേർന്നിരിപ്പീൻ. യഹോവ നിങ്ങളുടെ മുൻപിൽ നിന്ന് വലിപ്പവും ബലവുമുള്ള ജാതികളെ നീക്കിക്കളഞ്ഞു. ഒരു മനുഷ്യനും ഇന്നുവരെ നിങ്ങളുടെ മുമ്പിൽ നിൽപ്പാൻ കഴിഞ്ഞിട്ടില്ല. നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്തതുപോലെ ഞാൻ തന്നെ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തത് കൊണ്ട് നിങ്ങൾ 1,000 പേരെ ഓടിച്ചിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങളുടെ ദൈവമായ യഹോവയെ സ്നേഹിപ്പാൻ പൂർണ്ണ മനസ്സോടെ ഏറ്റവും ജാഗ്രതയായിരിപ്പീൻ. അല്ലാതെ നിങ്ങൾ വല്ല പ്രകാരവും പിന്തിരിഞ്ഞ് നിങ്ങളുടെ ഇടയിലുള്ള ഈ ശേഷം ജാതികളോട് ചേർന്ന് വിവാഹ സംബന്ധം ചെയ്യുകയും നിങ്ങൾ അവരോടും അവർ നിങ്ങളോടും ഇടകലരുകയും ചെയ്താൽ നിങ്ങളുടെ ദൈവമായ യഹോവ മേലാൽ ഈ ജാതികളെ നിങ്ങളുടെ മുമ്പിൽ നിന്നും നീക്കിക്കളയുകയില്ലെന്നും നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഈ നല്ല ദേശത്തു നിന്ന് നിങ്ങൾ നശിച്ചു പോകും വരെ അവർ നിങ്ങൾക്ക് കുടുക്കും കെടിയും വിലാപ്പുറത്ത് ചമ്മട്ടിയും കണ്ണിൽ മുള്ളും ആയിരിക്കുമെന്നും അറിഞ്ഞുകൊള്ളുവിൻ. ഇതാ, ഞാൻ ഇന്ന് സകല ഭൂവാസികളുടെയും വഴിയായി പോകുന്നു. നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളെ കുറിച്ച് അരുളി ചെയ്തിട്ടുള്ള സകല നന്മകളിലും വെച്ച് ഒന്നിനും വീഴ്ച വന്നിട്ടില്ലെന്ന് നിങ്ങൾക്ക് പൂർണ്ണ ഹൃദയത്തിലും പൂർണ്ണ മനസ്സിലും ബോധ്യമായിരിക്കുന്നു. സകലവും നിങ്ങൾക്ക് സംഭവിച്ചു, ഒന്നിനും വീഴ്ച വന്നിട്ടില്ല. നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളോട് അരുളി ചെയ്തിട്ടുള്ള എല്ലാ നന്മകളും നിങ്ങൾക്ക് സംഭവിച്ചതുപോലെ തന്നെ നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഈ നല്ല ദേശത്ത് നിന്ന് നിങ്ങളെ നശിപ്പിക്കും വരെ യഹോവ എല്ലാ തിന്മകളും നിങ്ങളുടെ മേൽ വരുത്തും. നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളോട് കൽപ്പിച്ചുള്ള അവന്റെ നിയമം നിങ്ങൾ ലംഘിക്കുകയും ചെന്ന് അന്യദൈവങ്ങളെ സേവിച്ച് നമസ്കരിക്കുകയും ചെയ്താൽ യഹോവയുടെ കോപം നിങ്ങളുടെ നേരെ ജ്വലിക്കും. അവൻ നിങ്ങൾക്ക് തന്നിട്ടുള്ള ഈ നല്ല ദേശത്ത് നിന്ന് നിങ്ങൾ വേഗം നശിച്ചു പോവുകയും ചെയ്യും. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ജോഷുവയുടെ അവസാന പുസ്തകങ്ങൾക്ക് തൊട്ട് എന്താ വെച്ചാൽ അവസാന കാല സമയത്ത് എഴുതുന്ന പുസ്തകമാണ്. കാരണം ചില ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. 23-24 അധ്യായത്തോടെ ജോഷുവ പുസ്തകം തീരുകയാണ്. ഹല്ലേലൂയ. ആമേൻ. ഇവിടെ അങ്ങനെ തന്നെ എഴുതുന്നു. യഹോവ ചുറ്റുമുള്ള സകല ശത്രുക്കളെ അടക്കി ഇസ്രായേലിന് സ്വസ്ഥത നൽകി. ഏറെക്കാലം കഴിഞ്ഞ ശേഷം യോശുവ വയസ്സ് എന്ന വൃദ്ധനായ ശേഷം യോശുവ എല്ലാ ഇസ്രായേലിനെയും അവരുടെ മൂപ്പന്മാരെയും പ്രധാനികളെയും ന്യായാധിപന്മാരെയും പ്രമാണികളെ വിളിച്ച് അവരോട് പറഞ്ഞു എന്തെന്നാൽ. ഹല്ലേലൂയ. അപ്പൊ ജോഷുവ വയസ്സ് എന്ന് യോശുവയ്ക്ക് മനസ്സിലായി. ജോഷുവയുടെ കാലം കഴിയാറായി. ഇപ്പൊ അവർക്ക് മരിക്കുന്നതിന് മുമ്പ് അവർക്ക് ഉപദേശം കൊടുക്കണം. എന്താണ്, എങ്ങനെയാണ് നമ്മളിവിടെ എത്തിയതെന്നും ആരാണ് നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന, ആരാണ് നമുക്ക് വേണ്ടി ഈ സ്വസ്ഥത നൽകിയതെന്നും ഒക്കെ അത് അങ്ങനെ തന്നെ നിലനിർത്തി കൊണ്ടുപോകണമെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്നൊക്കെ
ഉപദേശം കൊടുക്കുന്നുണ്ട് നമ്മൾ കാണുന്നത്. ഹല്ലേലൂയ. വായിച്ച പോലെ ആമേൻ, സ്തോത്രം. അപ്പൊ നിങ്ങളുടെ ദൈവമായ യഹോവ തന്നെയല്ലേ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്ത്. ഹല്ലേലൂയ. സകല ശത്രുക്കളെ അടക്കി. ആമേൻ. ആ നമ്മൾ ഓരോരുത്തരും നമ്മൾ പഴയ നിയമത്തിൽ പലയിടത്തും കാണാറുണ്ട്. ഹല്ലേലൂയ. യുദ്ധം ചെയ്യാൻ പോകുമ്പോൾ രാജാക്കന്മാരുടെ പുസ്തകമാണെങ്കിലും ന്യായാധിപന്മാരുടെ പുസ്തകമാണെങ്കിലും ഹല്ലേലൂയ, ഇങ്ങോട്ട് നമ്മൾ ദിനവൃത്താന്ത പുസ്തകത്തിലൊക്കെ വായിക്കാൻ നമ്മൾ കാണാറുണ്ട്. ഓരോ പ്രാവശ്യം യുദ്ധം ഉണ്ടാകുമ്പോൾ അവിടെയൊക്കെ യുദ്ധത്തിന് പോകുന്ന സമയത്ത് അവരുടെ സൈന്യ ബഹുത്വത്താലല്ല അവർ ജയിക്കുന്ന. പലപ്പോഴും ദൈവം തന്നെയാണ് അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന, അവരെ ജയിപ്പിക്കുക. അതുപോലെ ഇവിടെ ഇവര് ഈ മിസ്രൈമിൽ നിന്ന് അങ്ങോട്ട് പോകുന്ന വഴിക്കും തന്നെ അവിടെ ചെല്ലുമ്പോഴൊക്കെ പല യുദ്ധങ്ങൾ ഇവർ പോകുന്ന ഓൺ ദ വേയിലൊക്കെ ഉണ്ടാകുന്ന സമയത്തെല്ലാം അവിടെയെല്ലാം ദൈവമാണ് അവർക്ക് വേണ്ടി യുദ്ധം ചെയ്തത്. കാരണം ഇവര് ആ മേഘാലയിൽ ഇവരുടെ മിടുക്കൊണ്ട് അല്ലെങ്കിൽ ഇവരുടെ ആ ബലം കൊണ്ട് ഇവർ വലിയ സൈന്യമായിട്ടൊന്നും അല്ല ജനം നടന്നു പോകുന്ന കൂട്ടത്തിൽ തന്നെ ആണെങ്കിൽ പോലും അപ്പൊ അവർക്ക് വേണ്ടിയിട്ടൊക്കെ യുദ്ധം ചെയ്ത ദൈവമാണ് നമുക്കാണ്. അപ്പൊ നിങ്ങളുടെ ദൈവം അത് എന്നിട്ട് നിങ്ങളുടെ ദൈവമായ യഹോവ തന്നെയാലും നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്ത് ഇതാ യോർദാനിൽ പടിഞ്ഞാട്ട് മഹാസമുദ്രത്തിൽ ശേഷിപ്പുള്ള ആ ജാതികളെ ഞാൻ സംഹരിച്ച് കളഞ്ഞിട്ട് സകല ജാതികളെ ദേശം നിങ്ങൾക്ക് ഗോത്രങ്ങൾക്ക് അവകാശമായി നറുക്കിട്ട് വിഭാഗിച്ചു തന്നെ. അങ്ങനെ യുദ്ധം ചെയ്ത് സകല ജാതികളുടെയും ദേശം ഇവർക്ക് വിഭാഗിച്ചു കൊടുത്തു. ഇസ്രായേൽ ജനത്തിന് അത് അവകാശമാക്കി കൊടുത്തു. അല്ലെ, ഇനി കൊണ്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യാം. അപ്പൊ അവിടെ എല്ലാം എങ്ങനെ ആയിരിക്കണം എന്നുള്ളതാണ് ജോഷുവ പറഞ്ഞു കൊടുക്കുന്നത്. അല്ലെ, നിങ്ങളുടെ ദൈവമായ യഹോവ തന്നെ അവരെ നിങ്ങളുടെ മുമ്പിൽ നിന്ന് ഓടിച്ച് നിങ്ങളുടെ ദൃഷ്ടിയിൽ നിന്നും നീക്കിക്കളി. നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത പോലെ നിങ്ങൾ അവരുടെ ദേശം കൈവശമാക്കുകയും ചെയ്യും. ഹല്ലേലൂയ. ഇനി കുറച്ചൊക്കെ കൈവശമാക്കുക. അവിടെയെല്ലാം പറയുന്നത് നിങ്ങൾ ദൈവം തന്നെ ഇതെല്ലാം ചെയ്തു. പക്ഷെ അതിന് എന്താ ചെയ്യേണ്ടതെന്നാണ് പറയുന്നത്. ആകയാൽ മോശയുടെ ന്യായപ്രമാണ പുസ്തകം എഴുതിയിരിക്കുന്നതൊക്കെയും പ്രമാണിച്ച് നടപ്പാൻ അതിൽ നിന്ന് വലത്തോട്ടെങ്കിലും ഇടത്തോട്ടെങ്കിലും മാറാതിരിപ്പാൻ ഏറ്റവും ഉറപ്പുള്ള ഇത് ജോഷുവയുടെ ദൈവം പറയുന്നല്ലേ, ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കുക. ഒരു മനുഷ്യൻ നിന്റെ നേരെ നിൽക്കത്തില്ല. പക്ഷേ ന്യായപ്രമാണ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് വിട്ട് നീ ഇടത്തോട്ടോ വലത്തോട്ടോ മാറും. ജോഷു അതങ്ങനെ തന്നെ പ്രമാണിച്ചത് കൊണ്ട് ജോഷുവയുടെ കാലത്തൊക്കെയും ദൈവം അങ്ങനെ തന്നെ ആയിരുന്നു. അല്ലെ, ജോഷുവയുടെ നേരെ ഒരു മനുഷ്യൻ നിൽക്കാൻ സാധിക്കാതെ എല്ലാവരെയും ദൈവം തന്നെ യുദ്ധം ചെയ്ത് തോൽപ്പിച്ചു. ജോഷുവ ഹാലലി ഇതെല്ലാം ദൈവം പറഞ്ഞതുപോലെ എല്ലാം ചെയ്തു. അപ്പൊ അതുകൊണ്ട് ജോഷുവ മരിക്കുന്നതിന് മുമ്പ് ജോഷുവ അവർക്ക് കൊടുക്കുന്ന ഉപദേശമാണ് ഇതെല്ലാം ദൈവം നമുക്ക് ചെയ്ത് ഇതുവരെയുള്ള എല്ലാം ദൈവം ചെയ്തു തന്നു. ഇനിയുള്ള കാര്യങ്ങൾ ദൈവം തന്നെ ചെയ്തതിന് പക്ഷെ നിങ്ങൾ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി. മോശയുടെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്ന വിട്ട് നിങ്ങൾ ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. ഹല്ലേലൂയ. അതെല്ലാം പ്രമാണിക്കണം. ഹല്ലേലൂയ. അപ്പം ദൈവത്തിന്റെ ഫേവർ എപ്പോഴും ദൈവത്തിന്റെ ഹല്ലേലൂയ വചനം അല്ലെ പ്രമാണിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ദൈവത്തിന്റെ ഫേവർ വെളിപ്പെടുന്നത്. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറാതെ നടക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ദൈവത്തിന്റെ ഫേവർ വെളിപ്പെടുന്നതാണ്. ഇവിടെ ജോഷുവയുടെ അനുഭവത്തിൽ നിന്ന് തന്നെയാണത് ചെയ്തിട്ട് അത് അനുഭവിച്ചിട്ട് ജനത്തെ ബാക്കിയുള്ളവരെ പറഞ്ഞ് അതുപോലെ തന്നെ നിങ്ങൾ ആയിരിക്കണമെന്ന് പറയുകയാണ്. ഹല്ലേലൂയ. എന്നിട്ട് വീണ്ടും എടുത്തു പറയുന്നുണ്ട് അവിടെ ഹല്ലേലൂയ, നിങ്ങളുടെ ഇടയിൽ ശേഷിച്ചിരിക്കുന്ന ഈ ജാതികളോട് നിങ്ങൾ ഇടകലരരുത്. അവരുടെ ദേവന്മാരുടെ നാമം ചോദിക്കുക, അത് ചൊല്ലി സത്യം ചെയ്യുമരുത്. അവയെ സേവിക്കുകയും നമസ്കരിക്കുകയും അരുത്. ഹല്ലേലൂയ. അപ്പൊ ന്യായപ്രമാണ പുസ്തകത്തിലുള്ളത് മാറിപ്പോകല്ല, അത് പ്രമാണിക്കണമെന്ന് പറഞ്ഞ് വീണ്ടും എടുത്തു പറഞ്ഞ് ഇപ്പോൾ ജാതികളുമായി നിങ്ങൾ ഇടകലരരുത്. അവരുടെ കൂടെ ഹല്ലേലൂയ അവരുടെ ദേവന്മാരുടെ നാമം ജപിക്കുകയും അരുത്. അത് നമ്മുടെ അതെടുത്ത് സത്യം ചെയ്യുകയും അരുത്. അവയെ സേവിക്കുകയും നമസ്കരിക്കുകയും അരുത്. നിങ്ങൾ ഇന്ന് വരെ ചെയ്തതുപോലെ നിങ്ങളുടെ ദൈവമായ യഹോവയോട് പറ്റിച്ചേർന്നിരിപ്പിനും. അപ്പൊ ഇതുവരെ നിങ്ങൾ ചെയ്ത വെച്ചാൽ നടത്താനായിട്ട് അവർക്ക് ലീഡർ ഉണ്ടായിരുന്നു. അപ്പം ജോഷുവയുടെ കാലത്തൊക്കെ ജോഷുവ അത് കൃത്യമായി അവരെ ആരെ നടത്താനായിട്ട് നടക്കേണ്ടത് എങ്ങനെയാന്ന് പഠിപ്പിച്ചു. അപ്പൊ അതുകൊണ്ട് ഇതുവരെ നിങ്ങൾ ചെയ്തതുപോലെ നിങ്ങളുടെ ദൈവമായ യഹോവയോട് പറ്റിച്ചേർന്നിരിക്കുക. അപ്പൊ നമ്മള് സങ്കീർത്തനക്കാർ 91 സങ്കീർത്തനം വായിക്കുക, അവനെന്നോട് പറ്റിയിരിക്കുക, ഞാനവനെ ഉടിയിക്കുക, അവനെന്റെ നാമത്തെ അറിയാൻ ഞാനോ ഉയർത്തും. അപ്പൊ ദൈവത്തോട് പറ്റിച്ചേർന്നിരിക്കുന്നവർക്കാണ് ഹല്ലേലൂയ ആമേൻ ദൈവത്തിന്റെ ഫേവർ വെളിപ്പെടുന്ന. ഹല്ലേലൂയ. അപ്പം അതുകൊണ്ട് നിങ്ങൾ അത് വിട്ട് എങ്ങോട്ടും മാറരുതെന്ന് പറയാണ്. എന്നിട്ട് യഹോവ നിങ്ങളുടെ മുമ്പിൽ നിന്ന് വലിപ്പവും ബലമുള്ള ജാതികളെ നീക്കിക്കളഞ്ഞു. ഒരു മനുഷ്യൻ ഇന്ന് വരെ നിങ്ങളുടെ മുമ്പിൽ നിൽപ്പാൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ അവരുടെ മുമ്പിൽ വന്നു നിന്ന ജാതികൾ എങ്ങനെയായിരുന്നു? അവർ രാജാക്കന്മാരുടെ ബലം എന്തായിരുന്നു? വലിപ്പവും ബലവുമുള്ള ജാതികളാണ്. അവർക്ക് ആവശ്യത്തിനുള്ള സൈന്യം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ കുതിരകൾ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ രഥങ്ങളുണ്ടായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ പല കാര്യങ്ങൾ ഉണ്ടായിരുന്നിട്ട് അവര് ഇവരെക്കാട്ടിയൊക്കെ ഒത്തിരി വലിപ്പം, ഒത്തിരി അതിലൊക്കെ ഒത്തിരി മുന്നിലായിരുന്നിട്ട് പോലും അവരെ ദൈവം അവരൊക്കെ നീക്കിക്കളഞ്ഞാണ്. അപ്പൊ വലിപ്പവും ബലവുമുള്ള ജാതി. അപ്പൊ ഇവരെക്കാട്ടി ബലഹീനരായിട്ടുള്ളവരല്ല തോൽപ്പിച്ചേക്കുന്നത്, ഇവരെക്കാട്ടി ബലമുള്ളത്, ഇവരെക്കാട്ടി വലിപ്പം ആൾക്കൂട്ടത്തിലൊക്കെ ഇവരെക്കാട്ടി പെരുപ്പമുള്ള അങ്ങനെ ആൾക്കാരെയൊക്കെയാണ് ഇവിടെ
നീക്കിക്കളയും. ഒരു മനുഷ്യൻ ഇന്ന് വരെ നിങ്ങളുടെ മുമ്പിൽ നിൽപ്പാൻ കഴിഞ്ഞിട്ട് ദൈവത്തിന്റെ വാഗ്ദത്തം പോലെ തന്നെ ഒരു മനുഷ്യനും അവരുടെ മുമ്പിൽ ഇതുവരെ നിൽക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല. ഹല്ലേലൂയ. നിങ്ങൾ ദൈവമായ യഹോവ നിങ്ങൾ വാഗ്ദാനം ചെയ്തതാലെ ഞാൻ തന്നെ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊണ്ട് നിങ്ങൾ ഒരുത്തൻ 1000 പേരെ ഓടിച്ചിരിക്കുന്നു. അപ്പൊ ദൈവം അവർക്ക് ഫേവറായിരുന്നപ്പോഴാ ഒരാൾ തോൽപ്പിച്ചാൽ ഓടിച്ചു വിട്ടത് 1000 പേരെയാ. ഹല്ലേലൂയ. അപ്പം ഹല്ലേലൂയ. അപ്പൊ ദൈവത്തിന്റെ ഫേവർ കൂടെയുള്ളവർക്ക്, ദൈവത്തിന്റെ ന്യായപ്രമാണം പാലിച്ച് ദൈവം പറഞ്ഞത് കേട്ട് നടക്കുന്ന ആൾക്കാർക്കുള്ള ഹല്ലേലൂയ അവരുടെ ശക്തിയും ബലവും എത്രയാണെന്നുള്ളതാണ്. ശത്രു ഒരു വഴിയെ വരെ 7 വഴിയെ ചിതറിപ്പോന്ന് പറയണ്ട അല്ലെ. ഇവിടെ പറഞ്ഞ ഒരുത്തൻ 1000 പേരെയാണ് തോൽപ്പിക്കുക, അല്ലെ 1000 പേര് ഓടിച്ചു കളഞ്ഞത്. ഹല്ലേലൂയ. അത് കഴിഞ്ഞ ശേഷം പറയുന്നത് സ്തോത്രം. ഒരുത്തൻ 1000 പേര്. അതുകൊണ്ട് നിങ്ങളുടെ ദൈവമായ യഹോവയെ സ്നേഹിപ്പാൻ പൂർണ്ണ മനസ്സോടെ ഏറ്റവും ജാഗ്രതയായിരിക്കും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ദൈവമായ യഹോവയെ സേവിക്കേണ്ടതിന് പൂർണ്ണ മനസ്സോടെ ജാഗ്രതയോടെ ആയിരിക്കും. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ പൂർണ്ണ മനസ്സോടെ ആയിരിക്കണം. അപ്പൊ പൂർണ്ണ മനസ്സോടെ ദൈവത്തെ അന്വേഷിച്ചു കഴിഞ്ഞാൽ, ദൈവത്തെ സേവിച്ചു കഴിഞ്ഞാൽ അവൻ ആരെങ്കിലും ഫോഴ്സ്ഫുള്ളി ആയിരിക്കല്, ആരെങ്കിലും പ്രേരിപ്പിച്ച് യേശു കർത്താവ് പറയുന്ന പോലെ, അല്ലെങ്കിൽ പുതിയ നിയമത്തെ നമ്മൾ കാണുന്ന പോലെ നിങ്ങളുടെ നിയമമായ യഹോവയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവും പൂർണ്ണ മനസ്സോടും അല്ലെങ്കിൽ പൂർണ്ണ ശക്തിയോടും കൂടെ നമ്മൾ സേവിക്കണം. അപ്പൊ പൂർണ്ണ മനസ്സോടുകൂടി അപ്പൊ ദൈവത്തെ സ്നേഹിക്കുകയും നിങ്ങളുടെ അതുകൊണ്ട് നിങ്ങളുടെ ദൈവമായ സ്നേഹിക്കാൻ പൂർണ്ണ മനസ്സോടെ ഏറ്റവും ജാഗ്രതയായിരിക്കും. അപ്പൊ ജാഗ്രതയോടെ തന്നെ, അല്ലെങ്കിൽ തീക്ഷ്ണമായ, അല്ലെങ്കിൽ ഹല്ലേലൂയ നമ്മൾ ദൈവത്തെ അന്വേഷിക്കുന്നത് ആ അന്വേഷണം എങ്ങനെയായിരിക്കണം? ഇവിടെ ജാഗ്രതയോടെ അന്വേഷിക്കണം. ഹല്ലേലൂയ. അപ്പൊ ഇത് വെറുതെ അന്വേഷിക്കാൻ പോയപ്പോലെ ദൈവത്തെ സേവിക്കാൻ ഇറങ്ങുമ്പം ദൈവത്തെ സ്നേഹിക്കാൻ ഇറങ്ങുമ്പം വെറുതെ ഒരു ചടങ്ങായിട്ടല്ല, അത് പൂർണ്ണ ഒരു ഡെഡിക്കേഷൻ ഉണ്ടാണ് നമുക്ക് അതിനകത്തൊക്കെ. ഹല്ലേലൂയ. നമ്മുടെ പ്രാർത്ഥനയ്ക്കാണെങ്കിലും നമ്മുടെ വചനധ്യാനത്തിനാണെങ്കിലും എനിക്ക് തോന്നുന്നു നമ്മുടെ ഇതിലിരിക്കുന്ന പലരും ഈ വെളുപ്പിന് ഇതിനെക്കാട്ടി മുന്നമേ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ടാണ് വീണ്ടും വീണ്ടും ഇതിനകത്ത് വീണ്ടും കണ്ടിന്യൂ ചെയ്ത് പ്രാർത്ഥിക്കാൻ കാരണം അവര് ഇതിനെക്കാട്ടിയൊക്കെ 1 മണിക്കൂറൊക്കെ 2 മണിക്കൂറൊക്കെ മുമ്പേ എഴുന്നേറ്റ് പ്രാർത്ഥിച്ച ആൾക്കാർ വീണ്ടും അത് കഴിയുമ്പോഴത്തെ വീണ്ടും എഴുന്നേറ്റ് ഈ സമയത്ത് ഇപ്പം ഇന്ത്യൻ ടൈം 4 മണിയാകുമ്പോൾ തന്നെ ഇതിൽ വീണ്ടും ജോയിൻ ചെയ്യുന്നത് പ്രാർത്ഥിക്കാൻ കയറിയിരിക്കുന്നത് അവര് ദൈവത്തെ അന്വേഷിക്കുന്ന ആ ജാഗ്രതയോടല്ല, സ്നേഹത്തോടെ അല്ലെങ്കിൽ അത്രത്തോളം തീഷ്ണതയോട് ദൈവത്തെ അന്വേഷിക്കുന്നത് കൊണ്ടാണ്. ഈ അന്വേഷിക്കാനും ഈ പ്രാർത്ഥിക്കാനും കയറിയിരിക്കുന്നത് എന്തെങ്കിലും കാര്യങ്ങൾ ലഭിക്കും, കിട്ടും, അല്ലെങ്കിൽ എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ടല്ല. അങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ടുള്ള കയറുന്ന ആൾക്കാർ അത് കിട്ടി കഴിയുമ്പോൾ പൊക്കോളും, അല്ലേ? കാര്യസാധ്യത്തിന് വേണ്ടി കയറുന്നവര് അത് ലഭിച്ചു കഴിയുമ്പോ പയ്യെ നിർത്തിപ്പോകും. ആ സമയത്ത് നമ്മൾ കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടല്ല, ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട് കയറുന്നെങ്കിൽ നമുക്ക് അത് നിർത്തി പോകാൻ പറ്റത്തില്ല. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ആ സമയമാകുമ്പോ കടന്നാൽ ഉറക്കം വരത്തില്ല. അറിയാണ്ട് എഴുന്നേറ്റ് വരും. അപ്പൊ ഇല്ലെങ്കിൽ പ്രാർത്ഥിച്ചില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ട്, വലിയ വിഷമം തോന്നും. അപ്പൊ ദൈവത്തെ അനുവേണ്ടി നമ്മൾ മാറ്റിവെച്ച സമയത്ത് നമുക്ക് കയറാൻ പറ്റുന്നില്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല, നമുക്ക് സങ്കടം. അതുകൊണ്ടാണ് നമ്മളെല്ലാരും വീണ്ടും 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 ആ സമയത്ത് തന്നെ കയറുന്നത്. അല്ലാതെ എന്തെങ്കിലും ലഭിക്കുമെന്ന് വിചാരിച്ചിട്ടല്ല, ലഭിക്കാൻ വേണ്ടിയിട്ടുമല്ല. പക്ഷെ ദൈവം നമുക്ക് വേണ്ടുന്നതെല്ലാം ഇപ്പൊ ദൈവം തന്നില്ലെങ്കിൽ, നമ്മൾ ചോദിക്കുന്നതൊക്കെ കിട്ടിയില്ലെങ്കിൽ പോലും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് കുറവൊന്നും ഉണ്ടാകത്തില്ല. കാരണം വെച്ച് കഴിഞ്ഞാല് എന്ന് പ്രാർത്ഥിക്കാൻ നമുക്കൊരു കാരണം ഉണ്ടാകും. എന്തെങ്കിലും കറിഞ്ഞുകൊണ്ട് നമ്മൾ ഇരിക്കും ദൈവസ്ഥാനത്തിന്. അപ്പൊ അത് കൂടുതലും നമ്മൾ ദൈവത്തുള്ള സ്നേഹമാണ്. അപ്പൊ അത് ജാഗ്രതയോടെ ദൈവത്തെ അന്വേഷിക്കുന്നതാണ്. ഓരോ ദിവസവും നമ്മൾ വചനം വായിക്കുമ്പോഴൊക്കെ നമ്മൾ വചനത്തെ ദൈവത്തെ കൂടുതൽ കൂടുതൽ രുചിച്ചറിയുക ചെയ്യുന്ന ആ ദൈവത്തിന്റെ സ്നേഹത്തെ കുറിച്ചും ദൈവത്തിന്റെ കരുതലിനെ കുറിച്ചും ദൈവം നമുക്ക് വേണ്ടി അതിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന മർമ്മങ്ങളെ കുറിച്ചൊക്കെ മനസ്സിലാകുമ്പോൾ നമുക്ക് വചനം വായിക്കാതിരിക്കാൻ പറ്റത്തില്ല. കാരണം വചനം വായിച്ചാലേ, അല്ലെങ്കിൽ അതുമായിട്ട് ഇരുന്നാലേ നമുക്കത് വെളിപ്പെട്ട് കിട്ടത്തുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? വചനം വായിക്കാൻ ഈ സമയം കണ്ടെത്താൻ അത് തിരിച്ചറിഞ്ഞ് കിട്ടുന്ന സമയത്ത് നമുക്ക് ഭയങ്കര സന്തോഷം. ഈ ലോകപരമായിട്ടൊന്നും ഇല്ലെങ്കിൽ പോലും ആത്മീയപരമായിട്ട് ചിലപ്പോൾ ഒരു റെവലേഷൻ ഒക്കെ കിട്ടും, ഭയങ്കര സന്തോഷമാണ്.
ഞാനൊക്കെ ഇവിടെ കിടന്ന് ഇങ്ങനെ ആ സന്തോഷം കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയിട്ടുണ്ട്. ഹാലല്ലേ. കാരണം വെച്ച് കഴിഞ്ഞാല് അതൊക്കെ ഇങ്ങനെ നമുക്ക് കിട്ടുമ്പോൾ, അല്ലെ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുമ്പോഴോ, അല്ലെ ദൈവം നമ്മളോട് ഇടപെടുന്ന സമയത്ത്, സംസാരിക്കുന്ന സമയത്ത് ആമേൻ ഹാലെ ഭയങ്കര സന്തോഷം തോന്നാറുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാല് എന്താ വെച്ചാൽ ആ ഒരു സംഭവം കിട്ടാൻ വേണ്ടി, അപ്പം ലോകപരമായിട്ട് പോയിട്ട് ഒരുപാട് എന്റർടൈൻമെന്റിലൊക്കെ പോയിട്ട് സന്തോഷിക്കുന്ന ആൾക്കാരുണ്ടാവും. ചിലപ്പോ എന്താ പറയാ ടൂറായിട്ടാണെങ്കിൽ, അല്ലെങ്കിൽ ഫിലിമിനോ, അല്ലെങ്കിൽ പാർട്ടിക്കോ, അല്ലെങ്കിൽ എന്താ പറയാ ഔട്ടിങ്ങിനോ ഒക്കെ പോയിട്ട് അതിലൊക്കെ സന്തോഷം കണ്ടെത്തുന്ന അനേകരുണ്ട്. പക്ഷേങ്കില് നമ്മുടെയൊക്കെ സന്തോഷം എന്ന് പറയുമ്പോൾ അതിനെക്കാട്ടിയൊക്കെ സന്തോഷമാണ് ദൈവത്തിന്റെ ഒരു വചനത്തിന്റെ ഹാലേലിയ ഒരു മർമ്മം വെളിപ്പെട്ട് കിട്ടുമ്പോൾ, അല്ല ദൈവം നമ്മളോടൊന്ന് സംസാരിക്കുമ്പോൾ ഹാലേലിയ ആമേൻ ഹാലേലിയ വചനത്തിന്റെ വെളിപ്പാട് നമുക്ക് നൽകി തരുമ്പോഴൊക്കെ നമുക്ക് സന്തോഷിക്കാൻ കഴിയുന്ന എപ്പോഴും ദൈവത്തെ തന്നെയാണ്. അപ്പൊ ആ ദൈവത്തെ തന്നെ പൂർണ്ണമായി നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നെങ്കിൽ ആ ദൈവത്തിൽ നിന്നൊരു കാര്യം ഹാലേലിയ മനസ്സിലാകുന്ന സമയത്ത്, കേൾക്കുന്ന സമയത്തൊക്കെ സന്തോഷിക്കാൻ കഴിയത്തുള്ളൂ. ഇവിടെ ജോഷു അങ്ങനെ തന്നെ പറഞ്ഞപ്പോൾ ജാഗ്രതയായി, അല്ല നിങ്ങൾ വല്ല പ്രകാരം ബിദ്ധിന് നിങ്ങളുടെ ഇടയിലുള്ള ഈ ശേഷം ജാതികളോട് ചേർന്ന് വിവാഹ സംബന്ധം ചെയ്യുകയും അവർ നിങ്ങളോട് ഇടകലരുകയും ചെയ്താൽ നിങ്ങളുടെ ദൈവമായ യഹോവ മേലാൽ ഈ ജാതികളെ നിങ്ങളുടെ മുമ്പിൽ നീക്കി കളയുകയില്ലെന്നും, നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഈ നല്ല ദേശത്ത് നിന്ന് നിങ്ങൾ നശിച്ചു പോകും വരെ അവൻ നിങ്ങൾക്ക് കുടുക്കും, കെണിയും വിലാപ്പുറത്ത് ചമ്മട്ടിയും കണ്ണിൽ മുള്ളും ആയിരിക്കുമെന്ന് അറിഞ്ഞുകൊള്ളുവിൻ. ഹാലേലൂയ. അപ്പൊ പറയുന്ന നിങ്ങൾ ഈ ജാതികൾ വീണ്ടും ഇടകലരരുത്, അവരുമായി സംബന്ധം കൂടരുത്, വിവാഹബന്ധത്തിൽ ഏർപ്പെടാൻ. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഈ ദേശത്ത് ഇവിടെ തന്നെ ഇതൊരു കുടുക്കും കെണിയുമായി ഹാലേലൂയ നമ്മൾ നശിച്ചു പോകുന്ന പോലെ അങ്ങനെ തന്നെ അതുവരെ ആയിരിക്കും. അപ്പൊ ദൈവത്തിന്റെ പ്രമാണം അനുസരിക്കുന്നവർക്ക്, ദൈവത്തോട് പറ്റിയിരിക്കുന്നവർക്കും, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, ദൈവത്തെ ജാഗ്രതയോടെ അന്വേഷിക്കുന്നവർക്ക് വേണ്ടി ദൈവം യുദ്ധം ചെയ്യുകയും ദൈവം സ്വസ്ഥത വരുത്തുകയും ദൈവം അവർക്ക് എല്ലാം നൽകി കൊടുക്കുകയല്ല. പക്ഷേ ദൈവം പറഞ്ഞതിന് ഓപ്പോസിറ്റ് ആയിട്ട് ഹാലിയ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഇതെല്ലാം നമുക്ക് കുടുക്കും കെണിയായിട്ട് വരും. ഹാലലൂയ. അപ്പൊ നമ്മള് ഹാലലൂയ ദൈവം പറയുന്ന കേൾക്കാതെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്തു കൂട്ടിയാല് അതിനൊക്കെ ശിക്ഷയുണ്ട്. നമ്മൾ ഞാൻ ഇന്നലെ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ദാവീദിന്റെ കാലത്ത് ദാവീദ് ചെയ്തതിനൊക്കെ ദാവീദിന് ശിക്ഷ കിട്ടി. മോശ ചെയ്തതിന് മോശയ്ക്ക് ശിക്ഷ കിട്ടി. ആരെ ദൈവം ശിക്ഷിക്കാതെ വിട്ടിട്ടില്ല. ഹല്ലേലൂയ. ഇന്ന് നമുക്ക് വേണ്ടിയിട്ട് പക്ഷപാതം ചെയ്യാൻ ഒരാൾ വലതുഭാഗത്തുള്ളത് കൊണ്ട് എവിടെയൊക്കെ നമ്മൾ രക്ഷപ്പെട്ടു പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. പക്ഷേല് നമ്മൾ മനസ്സിലാക്കണം ഇത് എപ്പോഴും നടക്കത്തില്ല. ഹല്ലേലൂയ. അത് ഞാൻ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് അടി കിട്ടാറുണ്ട്. എന്തെങ്കിലുമൊക്കെ ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ അപ്പൊ തന്നെ ലഭിക്കാറുണ്ട്. ഹല്ലേലൂയ. അപ്പം നമുക്ക് മനസ്സിലാവും, നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ എന്തെങ്കിലുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തോട് ചോദിക്കാതെ, ദൈവത്തോട് ആലോചിക്കാതെ നമ്മൾ നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്ത അതിനൊക്കെ നമ്മൾ വില കൊടുക്കേണ്ടി വരാറുണ്ട്. നമ്മൾ ദൈവത്തോട് ന്യായമൊക്കെ പറയും ചിലപ്പോഴേക്കും, ദൈവമേ അതുകൊണ്ടല്ലേ ഞാനിത് ചെയ്ത്, ഇതുകൊണ്ടല്ലേ ചെയ്ത്, അവരുടെ അവസ്ഥ കണ്ടല്ലേ ചെയ്ത്, ഞാൻ ഇങ്ങനെ കണ്ടല്ലേ ചെയ്തതെന്നൊക്കെ പറയും. പക്ഷെ ദൈവം അതൊക്കെ സമ്മതിച്ചു. പക്ഷേങ്കില് അതിനൊക്കെ കുഴപ്പമൊന്നുമില്ല, ചെയ്തതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ അതിനൊക്കെ ആ ഭവിഷ്യത്ത് എന്താന്ന് വെച്ചാൽ നമ്മൾ തന്നെ അനുഭവിച്ചുകൊണ്ട് പോരുക എന്നുള്ളതാണ്. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇത് സംഭവിക്കുകയാണ്. നമുക്ക് സൂക്ഷ്മതയോടെ നമുക്ക് ഒന്ന് മനസ്സിലാകാൻ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ കാര്യങ്ങൾക്കും കാരണമുണ്ട്. അത് നമ്മുടെ ഭാഗത്തു നിന്ന് തന്നെ വരുന്ന കാരണങ്ങളായിരിക്കും. ഇപ്പൊ അത് ദൈവത്തിന്റെ ടെസ്റ്റ് ആൻഡ് ട്രയൽസ് എല്ലാം ആണെങ്കിൽ പോലും അതിനൊക്കെ കാരണമായിട്ട് ഹല്ലേലൂയ ചിലതൊക്കെ നമ്മൾ ചെയ്തു കൂട്ടാറുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ പറയാം, നമ്മൾ ദൈവമക്കളാണെങ്കിൽ ദൈവത്തോട് ചോദിക്കാതെ ഒരു കാര്യം ചെയ്യാൻ പാടില്ല. എന്ത് കാര്യം നമ്മൾ ചെയ്യണത് ഇപ്പൊ അതുപോലെ ദൈവം ഒരു കാര്യം ചെയ്യരുത് എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് നിൽക്കുന്ന എത്ര അടുപ്പമുള്ളവരാണെങ്കിൽ, എത്ര സ്നേഹമുള്ളവരാണെങ്കിൽ നമ്മളോട് ചെയ്യാൻ പറഞ്ഞാലും അത് ചെയ്യാൻ പാടില്ല. ഞാനൊക്കെ ഇപ്പൊ അനുഭവത്തിൽ പഠിച്ചേക്കുന്നത്. കാരണം പിന്നെ എന്തൊക്കെ ആരൊക്കെ വന്ന് നമ്മളെ തല കുത്തുമെന്ന് പറഞ്ഞാലും ഇപ്പൊ നമ്മുടെ അവസ്ഥയൊക്കെ ഇങ്ങനെ ഇരിക്കുകയായിരിക്കും. പക്ഷെ ഈ അവസ്ഥയുടെ മുകളിൽ വന്നിട്ട് ഇതിന് നമുക്ക് സൊല്യൂഷൻ ഉണ്ടാകുമെന്ന് പറഞ്ഞ് നമ്മുടെ മുമ്പിലേക്ക് ഒരു കാര്യം കൊണ്ടുവച്ചാൽ പോലും ദൈവം പറഞ്ഞാൽ ചെയ്യാൻ പാടില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ അവസ്ഥ ദൈവം അറിയാണ്ട് വന്നിട്ടുള്ളതല്ല. അപ്പൊ ദൈവത്തിന് നമുക്ക് സൊല്യൂഷൻ തരാൻ കഴിയും. അപ്പൊ ദൈവത്തിന് ഇഷ്ടമില്ലാത്തൊരു കാര്യം ചെയ്തിട്ട് നമ്മൾ സ്വന്തമായിട്ട് അതിനൊന്നും സൊല്യൂഷൻ അന്വേഷിക്കാൻ പോകരുത്. നമ്മൾ ദൈവമക്കളാണെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് ഒരു കാര്യത്തിനും ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ നിൽക്കുന്ന എന്ത് വിഷയമാകട്ടെ, ചെറുതാകട്ടെ വലുതാകട്ടെ, എന്ത് വിഷയമാകട്ടെ, അതിനൊന്നും സൊല്യൂഷൻ അന്വേഷിക്കാൻ പോകരുത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മൾ ദൈവത്തിൽ മാത്രം ആശ്രയിച്ച് ദൈവസന്നിധിയിലേക്ക് ഒരു കാര്യങ്ങൾ കൊടുക്കുമ്പോൾ, ഞാൻ ഇന്നലെ ദൈവം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ മറ്റു ലോകക്കാരൊരു കാര്യത്തിന് സൊല്യൂഷൻ തേടുന്ന പോലെ തേടാനുള്ളവരല്ല നമ്മൾ. നമുക്ക് കേസിനോ വഴക്കിനോ അല്ലെങ്കിൽ കൈക്കൂലി കൊടുത്തോ ഒക്കെ കാര്യങ്ങൾ സാധിക്കാനുള്ളവരല്ല നമ്മൾ ആരും. ഹല്ലേലൂയ.
കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടി നമ്മുടെ ദൈവമുണ്ട്, സർവശക്തനായ ദൈവം. രാജാതിരാജൻ കർത്താതി കർത്താമായിരിക്കും. ദൈവത്തിന് കഴിയാത്ത അസാധ്യമായിട്ട് ഒരു കാര്യമില്ല. നമുക്ക് വേണ്ടി ഏത് ഉദ്യോഗസ്ഥരാണെങ്കിലും ഏത് രാജാക്കന്മാരോടാണെങ്കിലും ഏത് എത്ര ടോപ്പിലിരിക്കുന്ന ആൾക്കാരോടാണെങ്കിലും ന്യായാധിപന്മാരോടൊക്കെ ആണെങ്കിലും ദൈവത്തിന് ഇടപെടാൻ കഴിയും. അപ്പൊ ദൈവമാണ് നമുക്ക് വേണ്ടി ഫേവർ നമുക്ക് ദൈവത്തിൽ നിന്ന് ലഭിക്കണം. അതുകൊണ്ട് നമുക്ക് ഒരൊറ്റ ന്യായാധിപനേ ഉള്ളൂ നമ്മുടെ മുമ്പിൽ സർവശക്തനായ ദൈവമാണ്. അപ്പൊ ആ ദൈവത്തിന്റെ കയ്യിലേക്ക് നമ്മൾ എന്ത് വിഷയത്തെ കൊടുത്താലും ദൈവം അത് ഭംഗിയായി നമുക്ക് വേണ്ടി ചെയ്തു തരും. നമ്മുടെ വിശ്വാസം. അപ്പൊ ലോകക്കാർ പോകുന്ന പോലെ ഒരു കാര്യത്തിനും അതുപോലെ നമ്മൾ പോകാനുള്ളവരല്ല. നമ്മുടെ ജീവിതത്തിൽ പ്രശ്നം വന്ന്, നമ്മുടെ ജീവിതത്തിൽ വിഷയം വന്ന് നമുക്കിപ്പം നമ്മുടെ എന്താ പറയാ അയൽക്കാരൻ നമ്മുടെ ഇപ്പൊ എല്ലാരും മതിലെ കെട്ടിയൊന്നും അതിന് മാന്തലും പരിപാടികളൊന്നുമില്ല. പക്ഷെ ഒരാള് അത് വരികയാണ്, കുഴപ്പമില്ല, പുള്ളി എടുത്തോട്ടെ നീ ആവശ്യം. കാരണം വെച്ചാല് അവിടെ വഴക്കുണ്ടാക്കണം നിൽക്കരുത്. കാണാൻ വെച്ച് കഴിഞ്ഞാൽ എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് തരുന്നത് ദൈവമാണ്. ദൈവം തന്നാലേ. ഞാൻ എന്റെ സ്ഥലത്ത് പോലെ അത് ഞങ്ങളുടെ വീടിന്റെ തൊട്ട് അപ്പം മതിൽ കെട്ടാൻ നേരം പുള്ളി ഞാൻ അത് ഓക്കെ, നിങ്ങൾ വേണ്ടുന്നിടത്തോടെ പിടിച്ചു. കാരണം വെച്ചാൽ പ്രശ്നം റോഡ് വെട്ടാൻ വന്നു, ഓക്കെ, നിങ്ങൾക്ക് വേണ്ടുന്ന അത്രയും സ്ഥലം എടുത്തു. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മൾ കൊണ്ടുപോകത്തില്ല. അപ്പൊ എന്റെ വീട്ടിലെ ഉള്ളൊരു അത് പറ്റത്തില്ല, ഇങ്ങനെ ആക്കാം. ഞാൻ പറയാം അത് വിട്ടുകിടും. കാരണം വെച്ചാൽ അപ്പം സ്ഥലം അത് എന്താന്ന് വെച്ചാൽ നമ്മൾ വഴക്കുണ്ടാക്കി ഒരല്പം കൂടി ഇങ്ങോട്ട് പിടിച്ചു വെച്ചിട്ട് എന്തെങ്കിലും സമാധാനം കിട്ടും, അതുകൊണ്ട് എന്തെങ്കിലും സ്വസ്ഥ അല്ല നമുക്ക് എന്തെങ്കിലും നേടാൻ പറ്റില്ല. കാരണം വെച്ച് കഴിഞ്ഞാല് നമ്മൾ എല്ലാ കാര്യത്തിലും ഞാൻ പറയാം, അങ്ങനെ ഒരു എന്ത് കാര്യം നമ്മുടെ മുമ്പ് വരുമ്പോഴും അതിനൊന്നും നമ്മൾ അടിയുണ്ടാക്കാനും വഴക്കുണ്ടാക്കാനും തർക്കിക്കാനും കേസിനും വഴക്കിനും ഒന്നും പോകാൻ നിൽക്കരുത്. പക്ഷെ ഇത് മറ്റുള്ളവർക്കൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ അത് മനസ്സിലാകത്തില്ല. നമ്മുടെ ജീവിതത്തിൽ അതൊക്കെ അങ്ങനെ തന്നെ നമ്മൾ പ്രസംഗിക്കാനുള്ളതല്ല ദൈവത്തിന്റെ തിരുവചനം. നമ്മുടെ ജീവിതത്തിൽ പ്രാക്ടിക്കൽ ലൈഫിലേക്ക് ഓരോ കാര്യങ്ങൾ അത് കൊണ്ട്, കാരണം മറ്റുള്ളവർ നമ്മളെ നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇത് പ്രവൃത്തിയിലൂടെ നമ്മൾ അങ്ങനെ ആ ഓരോ കാര്യങ്ങളും നമ്മൾ വചനം നമ്മുടെ ജീവിതത്തിലേക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അപ്പൊ മറ്റുള്ളവർക്ക് മനസ്സിലാകും, മറ്റുള്ളവർ നോക്കും. ഇവരെന്താ ഇങ്ങനെയാണല്ലോ. അപ്പൊ അവരും ചിലപ്പോൾ അത് മതി ചിലപ്പോൾ മാനസാന്തരപ്പെടാനായിട്ട്. അവർക്ക് അത് മതി. അവർക്ക് ചിലപ്പോൾ അവര് ദൈവത്തെ കർത്താവിനെ അറിയാനായിട്ട്. പക്ഷെ അവരൊന്നും പറയുമ്പോൾ 4 പറഞ്ഞുകൊണ്ട് നമ്മൾ നിൽക്കുകയാണെങ്കിൽ എങ്ങനെ നമ്മൾ തമ്മിൽ വ്യത്യാസം ഉണ്ടാവും? അത് നമ്മൾ കൂടുതൽ വിശ്വാസികൾക്കിടയിലല്ല, ഇത് അവിശ്വാസികളുടെ ഇടയിലാണ് നമ്മൾ ദൈവത്തിന്റെ പ്രമാണത്തെ നമ്മൾ പ്രമാണിക്കാൻ പറയുന്നതും നമ്മുടെ ജീവിതത്തിൽ ദൈവം പറഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങളും പ്രാക്ടിക്കൽ ലൈഫിൽ കൊണ്ടുവരണം. നമ്മൾ നേരെ തിരിച്ചാ നമ്മൾ ദൈവമക്കളുടെ മുമ്പിൽ നിൽക്കുമ്പോഴൊക്കെ ഭയങ്കര വചനമൊക്കെ പ്രാക്ടിക്കൽ ലൈഫിലെല്ലാം ഉണ്ടാകാം, പറയാനും സംസാരിക്കുമ്പോഴെല്ലാം. പക്ഷേ പുറത്തുള്ള ജാതികളോട് സംസാരിക്കും നമ്മൾ എങ്ങനെയാണ്, അവരുമായി പെരുമാറുന്ന സമയത്ത് ഈ ദിവസങ്ങൾ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അവരോടൊക്കെ സംസാരിക്കുക ഇടപഴകിയൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇപ്പൊ ഒരാൾ പറയാണ്, ഇപ്പൊ ഒരു നമ്മുടെ മോളുണ്ട്, ഒരു നമ്മുടെ ബന്ധുക്കൾ അല്ലെങ്കിൽ സ്വന്തക്കാര് ഇപ്പൊ ചാർച്ചക്കാരോ ഒക്കെ എത്തി വന്നിട്ടില്ല, ഒരു വിവാഹാലോചന കൊണ്ടുവന്ന് എന്താ പറയണ്ടേ? നമ്മൾ പറയും ഇല്ല, നമുക്ക് അങ്ങനെ പറ്റത്തില്ല, നമ്മളിങ്ങനെ വേർപെട്ട അല്ലെങ്കിൽ ഇങ്ങനെയാണ് ദൈവത്തിന്റെ പ്രമാണം ഇങ്ങനെ പറഞ്ഞേക്കുന്നത് എന്ന് പറയുമ്പോഴത്തേന് അവർക്ക് അതിനകത്ത് അത് അറിയാനായിട്ടെങ്കിലും ഒരു ആകാംക്ഷ കാണിക്കുക. കാരണം ഞാനൊക്കെ പെന്തക്കോസ്ത് എന്താണെന്ന് അറിയാത്ത വ്യക്തിയായിരുന്നു. ആരും എന്നോട് പറഞ്ഞിട്ടില്ലായിരുന്നു അപ്പൊ അതുകൊണ്ട് നമ്മളൊരു കാര്യം പറയുമ്പോഴത്തെ അല്ലെങ്കിൽ വന്ന് വിവാഹം വിളിക്കുന്ന സമയത്ത് ഇല്ല, പള്ളിയിൽ വെച്ചിട്ടുള്ള ചടങ്ങുകൾക്കല്ലേ മതപരമായിട്ട് കാര്യമൊക്കെ ഞാൻ വരുത്തില്ല, ഇത് ഇന്നതാണ് കാര്യം. അപ്പൊ അതെന്താന്ന് ചോദിക്കുമ്പോൾ ഇന്നതാണ്. അങ്ങനെ നമ്മൾ ഓരോ കാര്യങ്ങളിലും നമ്മൾ നമ്മുടെ ദൈവത്തെ അവരുടെ മുമ്പ് വെളിപ്പെടുത്താൻ ശ്രമിക്കണം. ആ ദൈവത്തെ ചിലപ്പോൾ അവർക്ക് നമ്മളോട് ദേഷ്യം ഉണ്ടാവില്ല, കുഴപ്പമില്ല. പക്ഷെ നമ്മൾ ദൈവത്തെ കുറിച്ച് പറയാൻ കിട്ടുന്ന ചാൻസുകൾ നമ്മൾ പാഴാക്കി കളയരുത്. അവിടെയൊക്കെ അതുപോലെ നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾക്ക് നമ്മുടെ മുമ്പിലേക്ക് ഒരു കാര്യം പറഞ്ഞു തരുമ്പോൾ അവർക്ക് ദൈവത്തിന്റെ വചനം കൊടുക്കാൻ പറ്റുമെങ്കിൽ അത് കൊടുക്കും. ഇന്ന രീതിയിലാണ് നടക്കണം, ഇന്ന രീതിയിലേ പോകാം, ഇന്നത് ചെയ്യാവുള്ളൂ. കഴിഞ്ഞ ദിവസം ഞാൻ പറയാം, എനിക്കറിയാം ഇവിടെ നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാൾ തന്നെ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് യഥാസ്ഥാനപ്പെട്ടിട്ടില്ല. ശരിയായ രീതിയിലേക്ക് ഒരു വിശുദ്ധ ജീവിതത്തിലേക്ക് വന്നിട്ടില്ല. പക്ഷേ ഇവിടെ നമുക്ക് എന്താ പറയാ ബിസിനസ് സംബന്ധമായിട്ട് വന്ന, പക്ഷേ എന്നോട് പ്രാർത്ഥിക്കാൻ ഇടയായപ്പോ ദൈവത്തിന്റെ ആത്മാവ് കാണിച്ച വെളിപ്പാട് അതിൽ നിന്നുകൊണ്ട് അത് കാണിച്ച വെളിപ്പാട് ഞാൻ പറഞ്ഞു, ഇന്ന കാര്യങ്ങൾ ദൈവത്തിനാൻ വേണ്ടപ്പെട്ട് ഈ കാര്യങ്ങൾ ചെയ്തു കൊള്ളണം. അങ്ങനെ ചെയ്ത അങ്ങനെ പറഞ്ഞപ്പോഴേ അപ്പൊ ആദ്യം പറഞ്ഞ അതെന്താ എന്ന് ചോദിച്ചാൽ അതെന്താ ദൈവം വെളിപ്പെടുത്തത്തില്ല. ആരുടെയും രഹസ്യമായിട്ടുള്ള കാര്യങ്ങളല്ലേ ഒരു പാപം ഉണ്ടെങ്കിൽ ദൈവം വെളിപ്പെടുത്തത്തില്ല. ദൈവം വെളിപ്പാടിനോട് സംസാരിക്കും, പക്ഷെ അത് നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങളോട് പറയുമ്പോൾ അപ്പൊ തന്നെ മനസ്സിലാവും. പിറ്റേ അടുത്ത ദിവസം വന്നപ്പോൾ ഞങ്ങളോട് പ്രാർത്ഥിക്കാൻ ഇടയാവർക്കുണ്ട്. പക്ഷെ അന്ന് ഞാൻ പറഞ്ഞു പല കാര്യങ്ങളും തുടങ്ങിയിട്ട് അത് പൂർത്തീകരണത്തിലേക്ക് എത്താത്ത ഒരു
ഒരു ജീവിതത്തിൽ നിൽക്കുന്നൊരു. അപ്പൊ ഞാൻ പറയും ഇന്ന് തുടങ്ങിയിട്ട് ഹല്ലേലൂയ ആമേ ഈ പ്രാർത്ഥിച്ച ദൈവത്തിന് സമർപ്പിച്ച് ഈ കാര്യങ്ങൾക്ക് ഹല്ലേലൂയ ആമേ പറഞ്ഞ ദൈവം പറഞ്ഞ് ഏറ്റെടുത്ത് ഹല്ലേലൂയ അത് പാലിക്കുമെങ്കിൽ ഇന്ന് തുടങ്ങിയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ സക്സസ്ഫുൾ ആകും. കഴിഞ്ഞ ദിവസം ആമേ ഒരു ബിസിനസ് ഹല്ലേലൂയ ഏതാണ്ട് ഓൾമോസ്റ്റ് ക്ലോസ് ആയി. ചെയ്തു തുടങ്ങി. ഇത്ര നാൾ ചെയ്യല് മാത്രമേ ഉള്ളൂ. അത് എങ്ങും ഒരു എൻഡിലെത്തത്തില്ല. പക്ഷെ ഒരു ബിസിനസിന്റെ ആമേ ഒരു ക്ലോസ് ഡീല് ഉറപ്പ് അത്രത്തോളം ഭാഗത്തേക്ക് എത്തി ഹല്ലേലൂയ എന്ന് പറഞ്ഞിട്ട് വിളിച്ചറിയാം. അപ്പൊ ഞാൻ പറയാം ദൈവത്തിന്റെ കാര്യങ്ങൾ ദൈവം ഒരു കാര്യം ചെയ്തു കൊടുക്കുമ്പോൾ അപ്പൊ അല്ലെ നമ്മൾ എടുത്താൻ വേണ്ടി ചില കാര്യങ്ങൾ പെൻഡിങ് വെക്കാറുണ്ട് ഹല്ലേലൂയ. അവിടെയൊക്കെ യഥാസ്ഥാനപ്പെട്ട് കഴിഞ്ഞാൽ ഹല്ലേലൂയ അവിടെയൊക്കെ ഹല്ലേലൂയ അതിന്റെ ദൈവത്തെ. അപ്പൊ ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് ദൈവം എപ്പോഴും ദൈവത്തിന്റെ മുൻപിൽ ആമേ ഒരു കാര്യം ഹല്ലേലൂയ നമ്മളോട് പറയുന്ന കാര്യം നമ്മൾ ഏറ്റെടുത്ത് അത് ഹല്ലേലൂയ അതിന്മേൽ നമ്മളൊരു സ്റ്റെപ്പ് മുൻപോട്ട് വെക്കുമെങ്കിൽ ദൈവത്തിന്റെ വലിയ ഫേവർ അതിന് വെളിപ്പെടും. പലപ്പോഴും കേൾക്കും നമ്മള്, വിശ്വസിക്കും നമ്മള്, ആമേൻ പറയും, പക്ഷേ നമ്മളത് ജീവിതത്തിലേക്ക് പ്രാക്ടിക്കൽ ലൈഫിലേക്ക് കൊണ്ടുവരുന്നില്ല. ഹല്ലേലൂയ. ഇവിടെ ജോഷുവയുടെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നത് ദൈവത്തിന്റെ ന്യായ പ്രമാണം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. അങ്ങനെ തന്നെ പാലിച്ച ജോഷുവയുടെ മുമ്പ് ദൈവം പറഞ്ഞൊരു പ്രോമിസ് ആണ്, നിന്റെ നേരെ ഒരു മനുഷ്യനും നിൽക്കുകയില്ല. നിന്റെ ജീവകാലത്തൊക്കെയും ഒരു മനുഷ്യൻ നിന്റെ നേരെ നിൽക്കില്ല. അത് ഈ അവസാന കാലഘട്ടത്തിൽ ഈ മരിക്കാൻ അല്ലെങ്കിൽ പ്രായമായി ആ വാർദ്ധക്യത്തിലായ ആ സമയത്ത് വരെ ജോഷുവയുടെ ജീവിതത്തിൽ അങ്ങനെ തന്നെ നിന്നു ഹല്ലേലൂയ. അതുകൊണ്ട് ജോഷ ആ കൂടെയുള്ള ജനത്തെ ഉപദേശിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് പറയുന്ന കാര്യം അപ്പൊ അങ്ങനെയൊക്കെ നിങ്ങൾ ആണെങ്കിൽ ഹല്ലേലൂയ ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ നിൽക്കും ഹല്ലേലൂയ. അവിടെ 24-ാം അധ്യായം വായിക്കാൻ നമുക്കറിയാം. അപ്പൊ യോശ പറയും ഞാനും എന്റെ കുടുംബം ഞങ്ങൾ യഹോവയെ സേവിക്കും ഹല്ലേലൂയ. അപ്പൊ അതിന് ജനം ഉത്തരം പറയുന്നത് ഞങ്ങളും സേവിക്കും എന്ന് പറയാം. അപ്പൊ അവരും പ്രോമിസ് ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്ക് പിന്നീട് മനസ്സിലാകുന്നുണ്ട് അവർക്ക് ഏറ്റെടുത്ത് മാത്രമേ ഉള്ളൂ. പക്ഷെ അവരുടെ ജീവിതത്തിൽ അത് പാലിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല ഹല്ലേലൂയ. അപ്പൊ ജോഷുവ കണ്ട ഏറ്റവും വലിയൊരു ആമേ ഹല്ലേലൂയ ആമേ എന്താണ് ദൈവസന്നിധി കണ്ട ഏറ്റവും വലിയൊരു കാര്യമാണ്. അപ്പൊ കുടുംബമായിട്ട് ഞാൻ ദൈവത്തെ സേവിക്കുന്നല്ല, ഞാൻ ഒറ്റയ്ക്ക് ദൈവത്തിന് വേണ്ടി നിൽക്കുമെന്നല്ല, എന്റെ കുടുംബം ഹല്ലേലൂയ ഞങ്ങൾ ഒരുമിച്ച് യഹോവയെ സേവിക്കും. കാരണം കഴിഞ്ഞ കാലം അവര് നടത്തിയ അവരുടെ മുമ്പുണ്ടാകുന്ന മോശയുടെ ജീവിതത്തിൽ പോലും മോശയ്ക്ക് അത് കഴിഞ്ഞില്ല ഹല്ലേലൂയ. ആമേ കുടുംബമായിട്ട് ദൈവത്തെ സേവിക്കുമെന്ന് പറഞ്ഞു ഹല്ലേലൂയ. അല്ലെ മോശയ്ക്ക് ഒരു പിൻഗാമിയായിട്ട് മോശയുടെ കുഞ്ഞുങ്ങളെ ഒക്കെ ഇങ്ങനെ ആക്കാനോ അല്ലെങ്കിൽ അതിലേക്ക് കൊണ്ടുവരാനോ ഒക്കെ കഴിഞ്ഞതായിട്ട് നമുക്ക് കാണുന്നില്ല ഹല്ലേലൂയ. എഴുതി കാണുന്നില്ല ഹല്ലേലൂയ. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ജോഷുവ അന്നേരം തന്നെ പറഞ്ഞ കുടുംബമായിട്ട് ഞാനും എന്റെ കുടുംബം ഞങ്ങൾ യഹോവ. അപ്പൊ കുടുംബമായിട്ട് തന്നെ കുഞ്ഞുങ്ങളായിട്ട് ഹല്ലേലൂയ തലമുറയൊക്കെ ദൈവത്തിന് വേണ്ടി തന്നെ ഹല്ലേലൂയ പ്രയോജനപ്പെടണം, ദൈവത്തെ സേവിക്കണമെന്നുള്ളതും ഹല്ലേലൂയ ആമേ ജോഷുവ വലിയ ആഗ്രഹമാണ്. ജോഷുവ അത് ഡിക്ലെയർ ചെയ്യുന്നുണ്ട്. ജോഷുവയുടെ ജീവിതത്തെ അങ്ങനെ തന്നെ ചെയ്യുന്നുണ്ട് ഹല്ലേലൂയ. അപ്പം ജോഷുവ കണ്ട് സക്സസ്ഫുൾ ആയിട്ട് ജോഷുവ എല്ലാവരെയും ലീഡ് ചെയ്യാനായിട്ട് ഇത്രയും കാര്യങ്ങൾ ഹല്ലേലൂയ. മോശയുടെ ഒരു തലമുറയല്ല ദൈവം മോശയ്ക്ക് ശേഷം തിരഞ്ഞെടുത്ത ജോഷുവയാണ്. അപ്പോൾ ജോഷുവ ആ ദൈവം വിളിച്ച് തിരഞ്ഞെടുത്തപ്പോൾ ജോഷുവയ്ക്കറിയാം ജോഷുവയുടെ ജീവിതത്തിൽ അതിനു വേണ്ടിയിട്ട് യോഗ്യതകളൊന്നും ഉണ്ടായിട്ടല്ല ഹല്ലേലൂയ. പക്ഷേങ്കില് ആമേ ദൈവത്തോട് പറ്റിയിരുന്ന ജോഷുവ ഹല്ലേലൂയ നമുക്കറിയാം കൂടാരത്തിന്റെ ഹല്ലേലൂയ ആമേ അതിന്റെ പരിസരത്ത് തന്നെ മാറാതെ ഹല്ലേലൂയ എപ്പോഴും അതിന് അടുത്ത് തന്നെ ഹല്ലേലൂയ ജോഷുവ ചേർന്നിരുന്നത്. അതുകൊണ്ടാണ് ജോഷുവ ദൈവം തിരഞ്ഞെടുക്കാൻ കാര്യം നമുക്ക് മനസ്സിലാവും. ആ ജോഷുവ ദൈവത്തിന്റെ ന്യായപ്രമാണം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ നടന്നിട്ടില്ല. അതുകൊണ്ട് ജോഷുവയുടെ കാലത്തൊന്നും ആരും എതിരെ നിന്ന്. അതുകൊണ്ട് ജോഷുവ കൂടെയുള്ളവർക്ക് ജോഷുവ പിൻഗാമികളായിട്ട് ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കുക, നിങ്ങൾ ഇത് മാത്രം പ്രമാണിച്ചാൽ മതി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ശത്രു എത്ര വലുതെന്നോ ഹല്ലേലൂയ അവരുടെ ബലം എത്ര കൂടുതലെന്നോ ആരെത്ര ഇതാന്നോ ഒന്നും നോക്കണ്ട പക്ഷെ അവരെല്ലാം ദൈവം നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ദൈവം നിൽക്കണം. അപ്പൊ ഇന്ന് പ്രഭാതത്തിൽ നമ്മളോട് ദൈവം പറയുന്നത് തന്നെയാണ്, നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന വിഷയം എന്തെന്നോ അതെത്ര വലുതെന്നോ ഹല്ലേലൂയ അതെങ്ങനെ ആമേ സോൾവ് ചെയ്യുന്നു ഒന്നും ഓർത്ത് നമ്മൾ വിഷമിക്കേണ്ട കാര്യമില്ല. നമ്മൾ ദൈവത്തിന്റെ വചനം കേട്ട് അനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങളിലും ഓരോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പോലും ദൈവത്തിന്റെ വചനം ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തെ അതുപോലെ നമ്മൾ പാലിക്കുക. ദൈവത്തെ നമ്മൾക്ക് അവിടെ പറയുന്ന ദൈവത്തെ നമ്മൾ സ്നേഹിക്കുമെങ്കിൽ ജാഗ്രതയോടെ നമ്മൾ ദൈവത്തെ സ്നേഹിച്ചിട്ട് വേണം ഇത് പ്രമാണിക്കുക. ഭയപ്പെട്ടിട്ടല്ല ചെയ്യേണ്ടത്. നമ്മൾ ദൈവത്തോടുള്ള സ്നേഹം ആ സ്നേഹം എല്ലാത്തിനേക്കാട്ടും ഉപരി ദൈവത്തെ സ്നേഹിക്കാൻ കഴിയുമെങ്കിൽ ദൈവത്തിന്റെ കൽപ്പന പ്രമാണിക്കാൻ കഴിയുമെങ്കിൽ നമ്മുടെ ജീവിതത്തേക്കുന്ന വിഷയം ഇപ്പൊ നമ്മുടെ ജീവിതത്തിൽ വലിയ വിഷയങ്ങളൊക്കെ ഉണ്ടാകും. വലിയ ശത്രു സൈന്യമൊക്കെ നിപ്പുണ്ടാവും. നമുക്ക് ആകെപ്പാട് ശത്രു ആരാന്നറിയാം പിശാചുവിന്റെ കൂട്ടം. അപ്പൊ പലതും നമ്മുടെ മുമ്പ് തടസ്സപ്പെടുത്തി മേഘാലം മുമ്പിൽ കയറി നിൽക്കുക. പക്ഷെ അതിനെ ഓർത്തൊന്നും ഭയപ്പെടേണ്ട കാര്യമില്ല. നമുക്ക് വേണ്ടി ദൈവം യുദ്ധം ചെയ്യും. നമുക്ക് വേണ്ടി ഹല്ലേലൂയ ഇതെല്ലാം ഹല്ലേലൂയ മാറിക്കിട്ടും മാറ്റിക്കളയാൻ ദൈവത്തിന് കഴിയും. പക്ഷേ നമ്മൾ ഒറ്റ കാര്യം മാത്രം ചെയ്താൽ നമ്മുടെ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോട് പൂർണ്ണ ആത്മാவோட പൂർണ്ണ ശക്തി പൂർണ്ണ ബലത്തോടെ നമ്മൾ സ്നേഹിക്കുന്നത്. നമ്മൾ എല്ലാവർക്കും ഞായറാഴ്ച ദിവസമാണ് സഭ ആരാധന ഉള്ളതാണ്. അവിടെ പോകുമ്പോൾ നമ്മൾ ആരാധിക്കുമ്പോൾ ഹല്ലേലൂയ പ്രാർത്ഥിക്കുമ്പോൾ ആരാധിക്കുമ്പോൾ ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ വചനം കേൾക്കുമ്പോഴെല്ലാം അതെല്ലാം നമ്മുടെ പൂർണ്ണ ഹൃദയത്തോട് നമ്മൾ ചെയ്യണം. ഹല്ലേലൂയ നമ്മൾ ആരാധിക്കുമ്പോൾ മറ്റുള്ളവരെ കണ്ട് ആരാധിക്കാനല്ല,
മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനല്ല, നമ്മുടെ ദൈവത്തെ നമുക്ക് സന്തോഷിക്കാനുമല്ല, നമ്മുടെ ദൈവത്തെ സന്തോഷിപ്പിക്കുന്ന, ദൈവത്തിന്റെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്ന ഒരു ആരാധനയായിരിക്കും നമ്മുടെ ഹൃദയത്തിൽ നിന്നായിരിക്കണം അത് പുറപ്പെടേണ്ട. നമ്മുടെ നമ്മൾ കൈയടിച്ചത് കൊണ്ടോ വലിയ ഉച്ചത്തിൽ പാട്ട് പാടിയതുകൊണ്ടോ അതൊരു നല്ല ആരാധനയാകത്തില്ല. പക്ഷെ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന ഒരു കണ്ണുനീരായിരിക്കും ആ ഒരു ആരാധനയാണ് നമുക്ക് ദൈവത്തിന് വേണ്ടത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ശക്തിയോട്, പൂർണ്ണ ബലത്തോടെ സ്നേഹിക്കാം, സേവിക്കാൻ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറട്ടെ. ആമേൻ. സ്തോത്രം. ജോഷുവയുടെ ജീവിതം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അതുപോലെ തന്നെ നമ്മളും അപ്ലൈ ചെയ്യണം. കാരണം വെച്ചാൽ നമുക്കൊരു യോഗ്യത ഉണ്ടായിരുന്നില്ല. ദൈവം നമ്മളെ കൃപയാൽ വിളിച്ചതാണ്. അപ്പൊ ദൈവത്തെ നമ്മൾ സ്നേഹിച്ചുകൊണ്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാനായിട്ട്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. സ്തോത്രം. ഗോഡ് ബ്ലസ്.